മുതലപ്പുഴയിലും വിഴിഞ്ഞത്തും ഉൾപ്പെടെ മത്സ്യത്തൊഴിലാളികൾ പതിവായി തിരയിൽപ്പെട്ട് അപകടമുണ്ടാകാറുണ്ട്. അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമൊരുക്കുന്നതാണ് ഫാദർ എബ്രഹാം പെരിക്കലക്കാട്ട് വികസിപ്പിച്ചിരിക്കുന്ന നോഹാസ് ആർക്ക് എന്ന രക്ഷാകവചം. ലൈഫ് ബോയ്ക്ക് സമാനമായ ഉപകരണം ഫൈബറിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. വൃത്താകൃതിയിൽ 20 സെന്റിമീറ്റർ ഉയരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന വളയത്തിൽ ഇരിപ്പിടം ഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ കയറുന്നയാൾക്ക് തിരമാലകൾക്ക് മീതെ സുരക്ഷിതമായി പൊങ്ങിക്കിടക്കാനാകും. സ്ട്രക്ചർ ഇതൊരു റിങ്ങാണ്. ആ റിങ് ഒരു ട്യൂബുലാർ റിങ്ങാണത്. ആ റിങ്ങിനകത്താണ് ആളിരിക്കുന്നത്. അപ്പോൾ റിങ്ങിൽ ആളിരിക്കുന്നത് കൊണ്ട് ഇവന് പിന്നെ വേറെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതിന് വേറെ പ്രശ്നമില്ല. നീന്തണ്ട കാര്യമില്ല. നീന്താതെ തന്നെ സംസാരിക്കും. പിന്നെ ഇത് ഫ്ലോട്ട് ആയതുകൊണ്ട് അത് പൊങ്ങി നിൽക്കും. തിര വരുമ്പോൾ കടൽക്കാക്ക പോകുന്നത് പോലെ ആ തിരയുടെ മുകളിൽ കൂടി ഇത് നീങ്ങിക്കൊണ്ടിരിക്കും. ഇതിനെ അഫക്റ്റ് ചെയ്യുകയില്ല. ഫോഴ്സ് അഫക്റ്റ് ചെയ്യാത്തതിൻ്റെ കാരണം ഇതിൻ്റെ ഷേപ്പാണ്. ഇതൊരു സർക്കിളല്ലേ. സർക്കിളാകുമ്പം ആർച്ച് ആക്ഷനാണ് ഫോഴ്സ് വരുന്നത്. അതിൻ്റെ ഫോഴ്സ് ഡയഗ്രാം പറഞ്ഞാൽ ആർച്ചിൽ വരുന്ന ഫോഴ്സ് രണ്ട് വശത്തേക്കും ട്രാൻസ്ഫർ ചെയ്ത് പോകുന്ന പോലെ തിര വന്നടിക്കുകയാണെങ്കിൽ അത് രണ്ട് വശത്തേക്കും പോകും. ഇതേ പിടിക്കത്തില്ല, ഒബ്ജക്റ്റ് ചെയ്യല. ഇത് പരീക്ഷണം, അത് തന്നെ പരീക്ഷണമാണ്. അതാണല്ലോ ഈ വീഡിയോ കൊടുത്തിരിക്കുന്ന. കടലിലെടുത്ത് ഷൂട്ട് ചെയ്തതാണ്. കടലിൽ ആക്ച്വലായിട്ട് ഷൂട്ട് ചെയ്തതാണ് അത് മുഴുവൻ. എത്ര ശക്തമാണെങ്കിലും കടലിലല്ലേ. കാരണം ഇതേലും അടിക്കത്തില്ലത്. ആ ഫോഴ്സ് വന്ന് രണ്ട് വശത്തേക്കും തള്ളിപ്പോകും. ഒഴുക്കില്ലാത്ത ജലാശയത്തിലായിരുന്നു ഉപകരണം ആദ്യം പരീക്ഷിച്ചത്. രണ്ടാം ഘട്ടത്തിൽ കടൽ തീരത്തായിരുന്നു പരീക്ഷണം. ശക്തമായ തിരയിൽ കൈകൾ വിരിച്ചിരിക്കുന്നതിനാലും ശരീരഭാരം 70% ജലനിരപ്പിന് അടിയിലായതിനാലും പേടകം മറിയാതെ വെള്ളത്തിനൊപ്പം നീങ്ങും. ഈ ഘട്ടത്തിൽ കരയിലേക്ക് GPS സന്ദേശം അയച്ച് സഹായം തേടാനുള്ള സംവിധാനവുമുണ്ട്. അപകട സാഹചര്യങ്ങളിൽ പെടുന്നവർക്ക് മാത്രമല്ല, മത്സ്യബന്ധന വള്ളങ്ങൾക്കും ബോട്ടിൽ സഞ്ചരിക്കുന്നവർക്കും ഈ കവചം കരുതലായി സൂക്ഷിക്കാം. 1000-ഓളം രൂപയാണ് നിർമ്മാണ ചെലവ്. ജലയാത്രകളിലും വെള്ളക്കെട്ടുകളിലും സുരക്ഷയ്ക്കായും ഈ സംവിധാനം പ്രയോജനപ്പെടുത്താനുള്ള സാധ്യത കൂടി അന്വേഷിച്ചു വരികയാണ്. സീ മലയാളം ന്യൂസ്, കോട്ടയം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.